അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ സ്വന്തം ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഔസേപ്പച്ചൻ സർ സ്വാഗതം. ബിന്നി ചേച്ചി സ്വാഗതം. രഞ്ജിനി ചേച്ചി വെൽക്കം. നമ്മുടെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരുടെ മുഖത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടോ? അതെ, ടെൻഷൻ ഒന്നും വേണ്ട. നല്ല കൂൾ ആയിട്ടുള്ള 2 പുതിയ റൗണ്ടുകളല്ലേ തുടങ്ങിയത്. അപ്പൊ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അപ്പൊ മ്യൂസിക്കൽ വൈബ്സ് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകരെ സ്വാഗതം. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് മത്സരം ആരംഭിച്ചാലോ? ആദ്യത്തെ മത്സരാർത്ഥി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് റൊമാൻസിലോട്ട് കിടക്കാണ്. റൊമാൻറ്റിക് ഞാൻ പറയില്ല. റൊമാൻറ്റിക് വൈബ്സിൽ ഇതാ ഇവിടെ പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം പ്രവീണ. എങ്ങനെ നല്ല റൊമാൻറ്റിക് ആയിട്ട് പാടാൻ പറ്റിയോ? റൊമാൻറ്റിക് ആയി, പക്ഷെ ആ ഒരു ഹൈ നോട്ടിൽ ചെറുതായിട്ട് എത്താൻ അവിടെ കുറച്ച് റൊമാൻസ് പറഞ്ഞു. രഞ്ജന ചേച്ചി. പ്രവീണ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. ചിത്ര ചേച്ചിയുടെ വേർഷൻ അല്ലേ പാടിയത്? ഓക്കെ.
ചേച്ചി എന്ത് രസമായിട്ടാണ് പാടി വെച്ചിരിക്കുന്നത്. പല രീതിയിൽ എന്താ പൊന്നോട് പൂവായി ശംഖോട് നേരായി എന്നുള്ളത് ഒരു 5-6 വേരിയേഷനിൽ പാടിയിട്ടുണ്ട് അല്ലെ. ഏറ്റവും രസമുള്ള വേരിയേഷൻ ലാസ്റ്റത്തെ ആയിരുന്നു. അതുപോലെ തന്നെയാണോ പാടിയത്? ഒന്ന് പാടൂ. സംഭവം ശരിയാണ്, പക്ഷെ കുറച്ചും കൂടെ ഒരു സ്പീഡ്, ലാസ്റ്റത്തെ സംഭവം കുറച്ചും കൂടെ സ്പീഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, ബിക്കോസ് അത് നന്നായിട്ട് പാടി. പക്ഷെ എനിക്ക് കുറച്ച് പൊന്നോട് സ്റ്റാർട്ടിങ് പോയി, പിന്നെ അനുപല്ലവി ചരണത്തില് ആ വെണ്ണ പോലെ എടുക്കണം, നിത്യമായി അവിടെ എത്തിയില്ല, 2 പ്രാവശ്യം എത്തിയില്ല. പിന്നെ ഏറ്റവും കോൺസ്പിക്വസ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ താളം. ശരത് സർ ആണ് ഈ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. ശരത് സാറിന് താളം എന്ന് പറയണത് ഉടക്ക് താളത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ശരത് സർ അല്ല. അങ്ങനത്തെ ഒരു പാട്ടാണ്. ഈ ശരത് സർ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. അപ്പോൾ ശരത് സാറിന്റെ ഈ പാട്ട് എന്ന് പറയുന്നത് മെയിൻലി ആ താളത്തിന്റെ അവിടെയാണ് ആളുടെ സിഗ്നേച്ചർ. അത് രണ്ടിടത്തും പോയി. അതെന്തു പറ്റി? ചേച്ചി പറഞ്ഞുതരും അത് കറക്റ്റായിട്ട്. അത് സാറും ചേച്ചിയും. അപ്പൊ ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത് സർ ഉദ്ദേശിച്ച സംഭവം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 15 പ്രാവശ്യം കേൾക്കണം. ഒന്നുമില്ല, അതാണ് സംഭവം. ബീറ്റ് പിരിയാതിനി പിരിയാതനി സ്വന്തമേ, അത് ഒരുമിച്ച് വരും. അത് 4th ബീറ്റിൽ നിന്നാണ് വരുന്നത്. 4th ബീറ്റിൽ കറക്റ്റ്. കണ്ണൂരും യാതിനി മറയാതിനി വർണ്ണമേ. ഇതാണ് സംഭവം. അത്രേ ഉള്ളൂ. അതാണ് ശരത് സാറിന്റെ പാട്ടുകൾ. അല്ലല്ല, അതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്നും ഈ കോംപ്ലിക്കേഷൻ നമുക്ക് ബട്ട് ഇറ്റ് ഇസ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. ഇത് ഒന്നും കണ്ടുപിടിക്കേണ്ട സംഭവമുള്ളൂ. അത് പക്ഷെ കുത്തിയിരുന്ന ഒരു 10 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അത് കേൾക്കുമ്പോ എന്താണ് എന്ന് തോന്നും. അതാണ് ശരത് സാറിന്റെ പാട്ടുകൾ. അപ്പോ ഈ പാട്ട് വളരെ നന്നായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യോ ഫീൽ വാസ് റിയലി നൈസ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അലിഞ്ഞ് എന്ത് രസമായിരുന്നു കേൾക്കാനായിട്ട്. വോയിസും അത്രയും നല്ലതായതുകൊണ്ട്. അപ്പൊ തത്സമയം ഒരു പെൺകുട്ടി. ഇനിയിപ്പോ തത്സമയം ഇവര് തന്നെ പറയുന്നതായിരിക്കും. ഞാനും കൂടെ വേണേ പറഞ്ഞതല്ല, ഞങ്ങൾ സാറും കൂടെ പറയാം. ഇല്ല, എനിക്ക് പല്ലവി ഇഷ്ടമായി. ആ കണ്ണേന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമായി. സാറിന് ഇഷ്ടമായി. അടുത്തത് 3 ആ രോമാഞ്ചമും വന്ന് അതാ പൂവായി. സാറിന് ഇഷ്ടായോ? ഇഷ്ടായി. എനിക്ക് അതിനേക്കാൾ ഇഷ്ടമായത് രോമാഞ്ചം എന്ന് നിർത്തുന്ന ആ നോട്ട്. പെർഫെക്റ്റ്. എനിക്കും പിന്നെ ഇനി സാറേ നമ്മളുടെ ഇപ്പൊ നമ്മൾ കാണിച്ച സംഭവം താളം ചേർന്നില്ല എന്നുള്ളത് മോളൊന്ന് അത് പഠിക്കണം. സാറിന്റെ ഇപ്പൊ കിട്ടിയോ? അത് കിട്ടിയില്ലേ? അത് ഒന്ന് പാടാമോ? 1 2 3 4 ഇൻചില്ല തന്നിൽ പിരിയാതിനി പിരിയാതിനി സ്വന്തമേ. അല്ല, അനുപല്ലവിയും ചരണം കൂടി ബ്ലെൻഡ് ആയി പോയി. എൻ ചില്ല തന്നിൽ പിരിയാതിനി പിരിയാതിനി. പാടിയത് കറക്റ്റായി. കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് സാറേ, സംഭവം കിട്ടി. താളം കിട്ടി. നമുക്ക് അത് മതി. അതല്ല, അത് പറഞ്ഞു കൊടുക്കണ ആരാ? ഡെയിൻ. ഫസ്റ്റ് അനുപല്ലവി ഒന്ന് പാടിക്കോളൂന്നേ. അനുപല്ലവി പാടിക്കോളൂ കറക്റ്റ് ആയിട്ട്. എൻ ചില്ല തന്നിൽ പൊഴിയാതിനി പൊഴിയാതെ നീ പുഷ്പമേ. 1 2 3 4 താളം പോണത് അങ്ങനെയല്ല താളം. ഇൻചില്ല തന്നിൽ പൊഴിയാതിനി പൊഴിയാതെ നീ പുഷ്പമേ, കൈക്കുമ്പിളിൽ നിന്നൊഴിയാതിനി ഒഴിയാതെ നീ വർണ്ണമേ. കറക്റ്റായി. അതാ അല്ലേ? വലിക്കുന്നില്ലേ രാധിക? എവിടെയോ വലിച്ചു രണ്ടാമത്തെ പൊഴിയാതെ നീ എന്നുള്ളത് വലിക്കുന്നുണ്ട്. നേരത്തെ പാടിയതിനേക്കാളൊക്കെ കുട്ടിക്ക് നന്നായിട്ടത് മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഫസ്റ്റ് BGM ഫസ്റ്റ് ഒന്ന് വായിച്ചു തരുമോ? ഫസ്റ്റ് പൊന്നോ
ഇതിന്റെ പേരാണ് പൊരുത്തം എന്ന് പറയും. മനസ്സിലായോ? പൊന്നോട് പാട്ടിന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ മുമ്പോട്ടുള്ള സ്വരങ്ങളും ഒരേ പാറ്റേണിൽ വരുന്നത്. അതിന്റെ പേരാണ് പൊരുത്തം എന്നുള്ളത്. ഒരേ പാറ്റേൺ ആണ്. മൂന്നാമത് തുടങ്ങുന്ന സാദാ പ ദാ പ ഗ പ ഗാരി ഒരു ഗാരീസ, ആ സ്വരം നമ്മൾ തുടങ്ങുന്നില്ലേ, ആ പാറ്റേൺ മുമ്പിലുള്ളതും കറക്റ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ വെച്ച് അതൊരു പാറ്റേണിൽ ചെയ്തിരിക്കുകയാണ്. അതൊരു പ്രത്യേകതയാണ് ആ പാട്ടിന്റെ. അതാട്ടോ പറഞ്ഞേ, അതിനാണ് ഇത്രയും വായിപ്പിച്ചത്. താങ്ക് യു സോ മച്ച്. അണ്ണാച്ചി, താങ്ക് യു ഫോർ ശരത് അണ്ണാച്ചി. എല്ലാവരും കണ്ടുപിടിച്ചു വിട്ടോ അത്. താങ്ക് യു സർ. ഇവിടെ ഇരുത്തി ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചേ. ഞാൻ കഴിഞ്ഞ ദിവസം മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമായ ഒരു ചേച്ചി വന്നിട്ട് ഐഡന്റിഫൈ ചെയ്തു, ഫ്ലവേഴ്സിൽ പാടുന്ന കുട്ടിയല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ കൂട്ടത്തില് എന്നോട് പറഞ്ഞു, ഔസേപ്പച്ച മാഷിനെ കാണുവാണെങ്കിൽ വനജ ചേച്ചി അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ആരാണ് ചേച്ചി? അവിടെ ഇരിപ്പുണ്ട് ചേച്ചി. വനജ ചേച്ചി ആരാ? നമ്മുടെ ഫ്ലവേഴ്സിൽ ഒരു വനജ ടീച്ചറുണ്ട്. വനജ ചേച്ചീനെ അറിയോ? എനിക്കറിയില്ല, ഞാൻ എനിക്കും അറിയില്ല. അല്ല വെറുതെ പറയണാണോ സാറേ? സാർ അവിടെ നിന്ന് പേര് വിളിച്ചു തൂക്കിയല്ലോ നാഥ. ചേച്ചിയെ നോക്കൂ. ചേച്ചി നോക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെ നോക്കുന്നത്. അതല്ല, ഈ വനജ ചേച്ചീനെ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഒരുപാട് ചേച്ചിമാരുണ്ട്. ഒരുപാട് വനജയില്ല. അവര് അവരുടെ ചെറുപ്പകാലത്ത് അപ്പുറത്തെ വീട്ടിലെ ആകാശവാണിയിലൊക്കെ നീയൻ സർഗ സൗന്ദര്യമേ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ വീട്ടില്, ആ പരിസരത്ത് തന്നെ ഒരു വീട്ടിലാണ് റേഡിയോ ഉള്ളത്. അപ്പൊ ആ വീട്ടില് പോയിരുന്ന് മാഷിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ, പഴയ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്ന കൂട്ടത്തില് പുള്ളിക്കാര് പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രേമിക്കാനായിട്ട് വിചാരിച്ചത് പറഞ്ഞു. സാറേ, എത്ര വനജ ചേച്ചിമാർ അല്ലേ? സാറിനെ പ്രേമിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? മൊത്തത്തിൽ പാട്ടുകൾ കേട്ടിട്ട് ആരെങ്കിലും ഒന്ന് പ്രേമിക്കണം അങ്ങനെയാണ്. കഥ മാറിപ്പോയി, കണ്ട കഥ മാറിപ്പോയി. സാറിനെ ഞാനാണ് രക്ഷിച്ചത്. സാറ് പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു. ഇപ്പോഴെന്താ ഫീച്ചേഴ്സ് നോക്കൂ, ഫീച്ചേഴ്സ്. അതെ അതെ. ഫാമിലിയിൽ എല്ലാരും സുന്ദരന്മാരാണ്. നാണം വരുന്നുണ്ട് കേട്ടോ, ആ കാര്യം പറയാം. അല്ല സാർ ചേച്ചിയോട് ഒരു ഹായ് പറഞ്ഞേക്കണം. ഞാൻ പറയാം തീർച്ചയായിട്ടും. വനജ ചേച്ചിക്ക് ഒരു ഹായ്. ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. വളരെ സന്തോഷം. എനിക്ക് നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മറ്റൊരർത്ഥത്തിൽ, അല്ലെങ്കിലും നമ്മുടെ ക്രിയേഷൻസിനോട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവരെ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരു ഹായ്. വനജ ചേച്ചിക്ക് സ്പെഷ്യൽ ഹായ്. അങ്ങനെ എല്ലാവർക്കും ഹായ് കൊടുക്കുന്നല്ല, വനജ ചേച്ചി ആയതുകൊണ്ട് മാത്രം. നാണമൊക്കെ വന്നിട്ട് ഹായ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെ ഒരു വനജ ടീച്ചർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പത്തനംതിട്ട ടീമിന്റെ ഒരു കിഡിലൻ സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ വനജ എന്ന് പറഞ്ഞ പേര് തന്നെ ഫ്ലവേഴ്സിന് സ്വന്തമാണ്. വനജ ടീച്ചറെ, വനജ ടീച്ചറെ കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. ഒരു 4 എത്രയാന്ന് ചോദിച്ചു. അപ്പം 1 4 4 24 4 നിന്നാലും 4. ആ 4 പട്ടിയെന്നില്ലേ? 4ന്റെയോ? ആ, ഒരു 4 4 ഒരു 4 4 ആ 24 ഇരുന്നാലും 4 കിടന്നാലും 4 നിന്നാലും 4. എടാ 24 8. ഫ്ലവേഴ്സിലെ ഒരു ടീമാണ്. അവര് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുന്ന എനിക്ക് താല്പര്യമുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് സ്ട്രെസ്, എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ളപ്പോ ടീമാണ് ഞാൻ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ കൂടെ ഒരു സ്കിറ്റ് ചെയ്യണം. അന്ന് അവർ എന്റെ ബർത്ത്ഡേക്ക് വന്നിരുന്നു ടോപ്സ്. അവരുടെ കൂടെ ഞാനും രഞ്ജനിയും കുട്ടികളായിട്ട് ഒരു കാര്യം പറയാം, നമ്മൾ സ്കിറ്റ് കളിക്കാൻ പോന്നോ? എനിക്ക് കണ്ടാ മതി ചേച്ചി. അതല്ല, അവരുടെ കൂടെ നമുക്ക് വനജ ടീച്ചർ കളിക്കാം. എന്തായാലും നമുക്ക് ഈ അന്വേഷണം പറഞ്ഞ വനജ ചേച്ചിയെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പത്തനംതിട്ടയിലുള്ള വനജ ടീച്ചറെ ഇവിടെ എത്തിക്കാം. എന്തായാലും അത് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ഗ്രൂമേഴ്സിന്റെ മാർക്സ് എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിച്ചോളൂ. എന്നിട്ട് ജഡ്ജസ് പ്രവീണയുടെ മാർക്സ് നമ്മളെ അറിയിക്കട്ടെ.
പ്രവീണയുടെ പാട്ടിന് ഒരു സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ, വോയിസിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്, ആ പാടുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പക്ഷേ ഈ പാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു തന്നല്ലോ, അതൊക്കെ മനസ്സിലാക്കുക. പ്രവീണയ്ക്ക് മാർക്ക് ഔട്ട് ഓഫ് 100 91.5. താങ്ക് യു സർ. 91.5 ആണ് നമ്മുടെ ഈ ഘട്ടത്തിലെ ആദ്യത്തെ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. നല്ല മാർക്കാണ്. നല്ല നമുക്ക് മാർക്കാണ്. ഇനിയും റൗണ്ട് കൂടിയുണ്ട്. അപ്പോ ഇതിലും മികച്ച പ്രകടനം തന്നെ അടുത്ത റൗണ്ടിൽ കാഴ്ചവെക്കാം. ഓക്കെ ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഔസേപ്പച്ചൻ സർ, നമ്മൾ ഈ ക്ലാസ്സിൽ ഈ പിള്ളേരൊക്കെ ഇരുന്ന് അലമ്പ് കാണിക്കൂലേ ബളം വെച്ചിട്ട്, ഗെറ്റ് ഔട്ട് അടിക്കാൻ തോന്നുന്നുണ്ടോ? അതേമാതിരി എനിക്ക് ഇത് കഴിഞ്ഞ ഷെഡ്യൂൾ രണ്ടുപേരെ പറ്റി തോന്നിയ കാര്യമാണ്. ശരി, അപ്പൊ എന്തായാലും ആരും ഗെറ്റ് ഔട്ട് ഒന്നും അടിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം തുടരാം. അതെ. അടുത്ത റൗണ്ട് പറയാന്ന് അങ്ങനെയാണെങ്കിൽ ഓക്കെ, റൊമാൻറ്റിക് വൈബ്സിൽ പ്രഷരെ എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. സംസാരിക്കും. റൊമാൻറ്റിക് വൈബ്സിൽ ഇവിടെ മത്സരിക്കാനായി കടന്നു വരുന്നു പ്രഷറോട് പറയല്ലേ, പറഞ്ഞു. അജന്യ. കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളിയേ ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ അഴകോലും തമ്പ്രാനുണ്ടോ കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളിയേ ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ
പാട്ട് കഴിഞ്ഞപ്പോ ഒരു നെടുവീർപ്പൊക്കെ കിട്ടുമല്ലോ. ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ. അത് മാക്സിമം എൻജോയ് ചെയ്ത് പാടാൻ വേണ്ടി ശ്രമിച്ചു. എൻജോയ് അങ്ങനെ ചെയ്തോ? അറിയില്ല. എന്നിട്ട് അതെ, ഞാൻ എൻജോയ് ചെയ്തു. ഇങ്ങനെ ബാക്കി ഇനി നമ്മുടെ ജഡ്ജസിനോട് judges- ചോദിക്കാം. അതെ. അതെ, അജന്യ, എന്തോ ചേച്ചി. ജോൺസൺ മാസ്റ്ററിന്റെ മറ്റൊരു മനോഹരമായ പാട്ടല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസീഷ്യൻസ് എല്ലാവരും അസലായിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വയലിൻ സെക്ഷൻ ആൻഡ് രാജേഷ് ഏട്ടൻ എല്ലാവരും. അജന്യ, എന്തോ ചേച്ചി. ഒത്തിരി ഹൈ ആയിട്ട് അജന്യക്ക് പാടാൻ പറ്റാണ്ട് ചില സ്ഥലങ്ങൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് പാടണ പോലെ തോന്നി. അപ്പൊ അതിന്റെ ഒരു വിറയലും ഉണ്ടായിരുന്നു ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. ഒത്തിരി ഹൈ എടുത്ത് പാടുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്കുള്ള ബ്രെത്ത് മുഴുവൻ എടുത്ത് പാടിയിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയാവും. അപ്പൊ ലാസ്റ്റത്തെ നോട്ട്സ് ഇങ്ങനെ വിറയ്ക്കും. അത് ശ്വാസം ഇല്ലാണ്ട് വിറയ്ക്കണമെന്നുള്ള കേട്ടപ്പോഴേ മനസ്സിലായി. പിന്നെ കല്യാണം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം അത് എടുത്തിടുന്നത് വീഴുമോ എന്നുള്ള രീതിയിലെ 3 പ്രാവശ്യം ഞാൻ ഒരേ കൈയിന്റെ ആക്ഷനും കണ്ടു. പക്ഷെ അത് 3ഉം വീണു. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഹൈ പോയപ്പം അവിടെ ഈ പറയാൻ വയ്യാതെ പറയാൻ വയ്യാതെ ഒരു അതുണ്ട്. പിന്നെ ഒരു ജന്മം പോരാതെ മറുജന്മം അവിടെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ഇച്ചിരി പ്രശ്നമായി അല്ലേ. ഐ തിങ്ക് അനുപല്ലവി വാസ് ബെറ്റർ ദാൻ ചരണം. ചരണം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കയ്യിൽ നിന്ന് പോയി. അതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള സംഭവങ്ങളും പോയി. ആ ഒരു ജന്മം പോരാതെ മറുജന്മം പോരാതെ എന്നുള്ളത് സാറ് പാടിപ്പിക്കും. അപ്പൊ അത് തന്നെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പക്ഷെ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാട്ട്, ഈ പറഞ്ഞ പോലെ പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഹൈ ആയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന പോലെ കുറച്ചൊരു ചെറിയ സ്കെയിലൊന്നും കുറയ്ക്കായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രാക്ടീസിന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. ആ. ഇവിടെ വന്നിട്ട് സ്ട്രെയിൻ ആയതാണോ എന്നറിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ എങ്ങാനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഈ പിച്ചിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നമ്മൾ ആദ്യമേ തന്നെ ട്രബിൾ ഷൂട്ടിംഗ് പരിപാടികളൊക്കെ നോക്കി വെക്കണം. ഇതിന്നിങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എ സിയിൽ വന്നിട്ട് പ്രശ്നമാവുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് ഓൾറെഡി ഒരു നടക്കാൻ ചാൻസ് ഉള്ളൊരു പ്രതിസന്ധിയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇത്രയും ഹൈ എടുത്തിട്ട് അവിടെ വന്നിട്ട് കുളമാക്കണോ എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ നോക്കണം. ഒരു പാട്ടെടുക്കൽ മാത്രമല്ല, ആ പാട്ടെടുത്ത് കഴിഞ്ഞാൽ ആ നേരത്തെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ, അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണ്, അങ്ങനെ എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അന്നാലും പാടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കണം. കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ്. സ്റ്റേജ് ഷോ ആണെങ്കിൽ കുഴപ്പമില്ല, പാടി കഴിഞ്ഞു പോയി അല്ലേ. ഇതിനിപ്പോ മാർക്കൊക്കെ ഇടുകയല്ലേ. ഓക്കെ, അപ്പോൾ അത് മാത്രം നോക്കുക. കാരണം നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരു കുട്ടി ഈ പിച്ചേറിന അല്ലെങ്കിൽ ഇതിങ്ങനെ ആവുന്നത് എനിക്ക് വിഷമാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അതർവൈസ് യു സാങ് വെരി വെൽ, യു ആർ എ ഗുഡ് സിംഗർ കേട്ടോ. ഡോണ്ട് വറി, എല്ലാവർക്കും ഒരു ബാഡ് ഡേ ഗുഡ് ഡേ ഒക്കെ ഉണ്ട്. അങ്ങനെ എടുത്താൽ മതി. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ചേച്ചി. Okay. ഔസേപ്പച്ചൻ സർ. നന്നായിരുന്നു അജന്യ. അജന്യക്ക് അതിൻ്റെ പാട്ടിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പാടാൻ ശ്രമിക്കുന്നു, പാട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിഹേഴ്സലിനെ പറ്റിയെന്ന് പറയുന്നത് എസ്പെഷ്യലി ആദ്യത്തെ അനുപല്ലവിയിലും ചരണത്തിലും ആ ഒരു പോർഷനിൽ മനസ്സിലായില്ലേ പറയാ പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ. ബ്യൂട്ടിഫുൾ. ഇതുവരെ വന്നില്ല, ഫ്ലാറ്റായിരുന്നു, ഭയങ്കര ഫ്ലാറ്റായിരുന്നു അത്. അതുപോലെ ഒരു ജന്മം പോരാതെ പാടിപ്പിക്കുന്നില്ല. ഇതേമാതിരിക്കെ തന്നെ ആ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിച്ചിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. ആ പിച്ച് ചേരാണ്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് അതിലിങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല പാട്ടിൽ. ആ പിച്ച് ഇപ്പോൾ നൗ യു ക്യാൻ സിങ് ഇറ്റ്. അത് പാടി വന്നിട്ട് പാടാൻ പറ്റുമോ? ഇളനീല ഒരു അനുപല്ലവിയോ ചരണോ ഏതെങ്കിലും ഒന്ന് പാടിയാൽ. ഇളനീല തിരിനീട്ടും പൊന്നരയാൽ കൊമ്പിൽ അവൻ എന്നെ തേടി എത്തുമ്പോൾ പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും കണ്ണോട് കണ്ണിറയും കണ്ണോട് കണ്ണിറയും. ഓക്കെ, ഇപ്പോൾ എന്ത് ബെറ്റർ ആയിട്ടാണ് പാടുന്നത്. അപ്പൊ പാടുന്ന നേരത്ത് ഒരു ടെൻഷന്റെയും ടെൻഷൻ്റെ ആയിരിക്കും അത്. അപ്പൊ ടെൻഷൻ വേണ്ടെന്ന് എത്രയായി ഞങ്ങൾ പറയുന്നു. മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുന്നു. പക്ഷെ അതെന്നെ വിട്ടു പോണില്ല സർ. ഹായ്, അത് എന്താണ് അങ്ങനെ? മാക്സിമം ഒഴിവായിട്ടുണ്ട്. ഡെയിൻ, ടെൻഷൻ മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അവൻ തന്നെ ടെൻഷനിൽ അത് ഫിറ foods ഞാൻ കഴിച്ചാൽ മതി. പറയുന്നത് കുറച്ചൊക്കെ ടെൻഷൻ മാറ്റി ടെൻഷൻകാരനെ. ഇപ്പൊ ഈ പാട്ട് തുടങ്ങിയപ്പോ ഞാൻ നല്ലൊരു പാട്ട് ജോൺസിന്റെ, അപ്പൊ അത് ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാനിരുന്നതാണ്. ആ സമയത്താണ് ഈ പിച്ചിന്റെ പ്രോബ്ലം വരുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല മുഴുവനും. ബട്ട് ഫീലൊക്കെ എടുക്കുന്നുണ്ട്, അതിൽ ഡൈനമിക്സ് കൃത്യമായിട്ട് പഠിച്ച് പാടുന്നുണ്ട്. അതൊക്കെയാണ് ബുദ്ധിമുട്ട്. അതൊക്കെ പാടുന്നുണ്ട്. ഈ റേഞ്ചിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ സംശയിച്ച് പാടുന്നതുകൊണ്ട് എന്തോ അത് ഹൈപ്പിച്ചാണെന്നുള്ള അറിയില്ല. അപ്പം എനിഹാവ് അത് ശ്രദ്ധിക്കുക കേട്ടോ. സർ, അല്ലെങ്കിൽ രഞ്ജിനി പറഞ്ഞ പോലെ വളരെ നമ്മൾ കോൺഫിഡൻ്റ് ആയി ഒരു പിച്ച് ഒരു 1/2 നോട്ട് കുറയ്ക്കുക. കുറച്ച്
അങ്ങോട്ട് പാടുക. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പാടാൻ പറ്റും. കുറേ കൂടി പാട്ട് കേൾക്കാൻ സുഖമുണ്ടാവും. ഓക്കെ All the താങ്ക് യു best. സോ മച്ച് ബിന്നി ചേച്ചി. അജന്യ, ഞാൻ എന്ത് ഈ പാവം രാജകുമാരൻ ഈ ഫിലിം, എനിക്ക് ചില ഫിലിം നമുക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ചിലത്, അങ്ങനത്തെ ഒരു ഫിലിമാണിത്. അതിന്റെ ഒരു ക്ലൈമാക്സ് ഭയങ്കര അത്ഭുതമായിരുന്നു. കണ്ടിട്ടുണ്ടോ അത്? ഭയങ്കര, ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് എന്താണെങ്കിലും അന്ന് എപ്പോഴും ഈ ടി.വിയില് ചിത്രഗീതം ഇതിലൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു പാട്ടാണിത്. നല്ല സോങ് സെലക്ഷൻ. അജന്യ നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്, നന്നായിട്ട് പാടുന്നതാണ്. പക്ഷെ അജന്യയുടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ല സാർ ഇല്ല, ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് സ്ട്രെയിൻ ആയിരുന്നു. ലാ, 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 ലാ. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ലാ, ലാ, ലാ. പാടുമ്പോ വേറെ പറയുമ്പം ഞാൻ എൻ്റെ അടുത്ത് ഇവരൊക്കെ പറഞ്ഞിരുന്നു. അന്യനും അമ്പയായിട്ട് സംസാരിച്ചു. ചേച്ചി അങ്ങനെ ഒരാൾ വേറെ അറിയൂലേ? ഞാൻ എന്റെ വർത്താനം ബേസല്ലേ, അതെ അതെ പക്ഷെ പാടുകപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ അതെ. എനിക്ക് മാം പണ്ട് ഈ ഒരു ചെസ്റ്റ് വോയിസിലുള്ള ബേസ് പാട്ടുകൾ മാത്രമായിരുന്നു അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. വിജന സുരഭി അങ്ങനത്തെ പാട്ടുകൾ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ചിത്ര ചേച്ചിന്റെ ഒരു പാട്ടും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു 10th ക്ലാസ് 12th ഒക്കെ വരെ. അതിനുശേഷമാണ് ഞാൻ ഈ ഹെഡ് വോയിസ് എന്താന്നൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഒന്ന് പിച്ചു കൂട്ടി പറഞ്ഞു നോക്കിയേ. എനിക്ക് 10th ക്ലാസ്സിന് മുമ്പ് വരെ എനിക്കിങ്ങനെ പറ്റിയിട്ടില്ല. ഞാൻ വിജനസുരഭി മാത്രമേ പാടിക്കൊണ്ടിരുന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് ചെറുതായിട്ട് പാടി നോക്കുന്നത്. എന്നിട്ട് അതെടുത്ത് നോക്കൂ, അപ്പൊ കിട്ടും ഈസി ആയിട്ട്. ഈ ഞാൻ പറയുന്നതും തെറ്റാണ്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്റെ മോന് ശിവാങ്കി ഇവിടെ എന്തോ കളിക്കും, ഇങ്ങനെയാണ് വീട്ടിൽ പറയണത്. അതും പാടില്ല. ഇപ്പൊ ഞാൻ ശിവാങ്കിയോടൊക്കെ ചില നേരം മനഃപൂർവ്വം ഞാൻ പറയും, ശിവാങ്കി നീ എന്നെ പണ്ടേ അതങ്ങനെ നീ എന്നെ കിട്ടി സൊല്ല, ഇങ്ങനെ ഈ അമ്മ എന്നാ കിറുക്ക പ്രാന്ത അവള് പോകും. ശരിക്കും നമ്മള് ഫീമെയിലിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് മോളെ. അതുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ ശരിക്കും, ഞാനാണേലും രഞ്ജിനി ആണേലും എല്ലാരും ആണേലും ശ്രദ്ധിക്കേണ്ടതാണത്. മനസ്സിലായോ? പറഞ്ഞോളൂ വിജനസുരഭി. അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരുന്നു പാടാൻ പറ്റായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഹെഡ് വോയിസ് എന്താന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട്, എനിക്ക് അറിയില്ലായിരുന്നു കറക്റ്റ് ആണോ പഠിച്ചതെന്നൊന്നും. പക്ഷെ പിന്നെ ട്രൈ ചെയ്ത് ഇപ്പം ഹെവി ആയിട്ടുള്ള ഹൈ നോട്ട്സ് ഉള്ള അത് എനിക്ക് മനസ്സിലായി പറയണത്. പക്ഷെ അത് മനഃപൂർവ്വം മാറ്റാൻ ശ്രമിക്കണം. അതൊരു വലിയ ടിപ്പാണ്. ഇപ്പൊ എനിക്കൊന്നും അറിയാതെ പോയി അത്. ഇല്ലെങ്കിൽ ഞാനിപ്പം അജന്യ ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വാണിയമ്മ, ജാനകിയമ്മ, ചിത്ര എല്ലാവരും സംസാരിക്കുന്ന കേട്ടു നോക്കും. അവരൊക്കെ ഭയങ്കര ആ ലെവലിൽ നിന്ന് വിട്ട് താഴേക്ക് വരില്ല. ഈ ഫീമെയിലിന് ബാധകമാണ് മോളെ ഇതെല്ലാം കേട്ടാ. അജന്യ ഇപ്പൊ ഇവര് പറഞ്ഞതെല്ലാം കേട്ടല്ലോ, അത് കേട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരും. ഓക്കെ, താങ്ക് യു ബിന്നി ചേച്ചി. അപ്പൊ ഇനി നമ്മൾ മാർക്സിലേക്ക് കടക്കാൻ വേണ്ടിട്ട് സമയമായിരിക്കാണ്. നമ്മുടെ ഗ്രൂമേഴ്സ് എത്ര മാർക്സ് ആണ് അജന്യക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനോട് പറയും. അത് കഴിഞ്ഞ് ജഡ്ജസ് പറയും 100-ൽ എത്ര മാർക്കാണ് അജന്യക്ക് കിട്ടിയതെന്ന്. അജന്യ, എന്താ ചേച്ചി? 100-ൽ അജന്യയുടെ മാർക്ക് 90. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ മക്കളെ, എന്ത് തൊണ്ടയിലാടാ പറയുന്നേ? താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി ഒന്ന് പറഞ്ഞു, എനിക്കിത് പറഞ്ഞിട്ട് പോയാ മതി. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. അത് വരുന്നില്ല. അല്ല വന്നോളും. ഇന്നിപ്പോ ഒറ്റ പ്രാവശ്യം ശ്രമിച്ചാ വരുമോ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക കേട്ടോ. ഇപ്പൊ അജന്യ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ത്രോട്ടി ആയിട്ടാണ് സംസാരിക്കണത്. ഈ ത്രോട്ടി ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് പാടുമ്പോഴും ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും. സംസാരിക്കുമ്പോൾ മുഴുവനായിട്ട് ഇവിടെ ഡയഫ്രം വെച്ചിട്ട് സംസാരിക്കുക. അപ്പൊ ത്രോട്ടിനെ അത് ഒരിക്കലും ബാധിക്കില്ല. അത് തന്നെ പാട്ടിലും ചെയ്യും. പ്രത്യേകിച്ച് ഫീമെയിൽ വോയിസ് അത് വളരെ ഡേഞ്ചറാണ്. മെയിൽ വോയിസിൽ അങ്ങനെ വരുന്നതൊക്കെ ഭയങ്കര റെക്കഗ്നൈസ്ഡ് വോയിസസ് ആണ്. അമിതാഭ് ബച്ചൻ നോക്കിക്കോ, ഭയങ്കര ബേസ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ നോക്കിക്കോളൂ. ഇവരൊക്കെ ആ ഗ്രണ്ടി വോയിസ് വരുമ്പോഴാണ് ആ മാൻലിനെസ് തോന്നിക്കുന്നത്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഫീമെയിൽ. അപ്പൊ ഫീമെയിലിൽ ആ ഗ്രണ്ടി വോയിസ് ആവശ്യമില്ല നമുക്ക്, പ്രത്യേകിച്ച് പാട്ട് പാടുന്നവർക്ക്. ഗ്രണ്ടി എന്തൊക്കെ വാക്കാ നമ്മൾ ഇത് എല്ലാ സ്കെയിലിലും നമ്മൾ പാടേണ്ട ആൾക്കാരാണ്. എല്ലാ സ്കെയിലും. ഇപ്പൊ എന്റെ ഈ ഒച്ചയാണെങ്കിലും പാടിപ്പാടിയാണ് എനിക്ക് അവിടെ വരെ വന്നിരിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ മന്ത്രസ്ഥായിലേക്കും പാടാൻ പറ്റും. കാരണം ബേസിക്കലി ബേസ് വോയിസ് ആണ് എനിക്ക് കൂടുതൽ. അത് കുറച്ചും കൂടി ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ്. ഇപ്പൊ എന്നെ ഒരു ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഹലോ എന്നേ ഞാൻ പറയുള്ളൂ, ഹലോ എന്ന് ഞാൻ പറയാറില്ല. പക്ഷെ കുറച്ചും കൂടെ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അത്രയും ബേസ് വരുന്നില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ പാട്ടും ഇതും ഒരേപോലെ ആയി. അപ്പൊ വലിയൊരു വ്യത്യാസം ഇല്ലാണ്ടായി.
എന്നാലും ആ നേരത്ത് നമ്മൾ ആസ് എ സിംഗർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കേട്ടോ. ഇതൊക്കെ അതെ. ഒരു ടിപ്പ് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ സൈഡിൽ കൂടെ പറഞ്ഞു വിടുക, തരുന്ന അതാ. അത്രേ ഉള്ളൂ. ഇതല്ല മെയിൻ തിങ്. ആ ടെൻഷൻ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിവാക്കുക. അതെ. അപ്പൊ നന്നായിട്ട് എന്നിട്ട് പാടാം. അവനവന് പറ്റുന്ന ഒരു പിച്ച് എടുക്കുക. അതെ. അത് ചെയ്യൂ. പിച്ചൊക്കെ പോണുണ്ട് കേട്ടോ, എല്ലാം കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പാടിയാൽ മതി അജന്യ. Okay. കംഫർട്ട് നോക്കാം. ഓക്കെ. ബൈ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. താങ്ക് യു അജന്യ. All the best. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു. ഇപ്പൊ അഞ്ജുവിനെ പോലെ തന്നെ ഒരു ഗോപികയെ പോലെ ഒരുങ്ങിയിരിക്കുന്ന ഒരാളാണ് വരാൻ അതെ. പോകുന്നത്. റൊമാൻറ്റിക് വൈബിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു നിസരി. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ മിണ്ടാത്തതെന്തെന്തേ നാണം വന്നിട്ടോ എല്ലാരും പേശുമ്പോൾ ഉള്ളും നൊന്തിട്ടോ എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത്
അൺബിലീവബിൾ ഒറ്റടിക്ക് സ്റ്റേജില് ഈ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നത് അസാധ്യം. ശരി, ബ്ലൂമന്തം ഗബ്ലാജികം. ഓരോ പെർഫോമൻസ് കഴിയും തോറും അതെ, ഇങ്ങനെ എന്താ പറയാ, എങ്ങോട്ടാ നിസരി? ശരി. സരിഗമ പതനിസ. അതെ കഴിഞ്ഞ 2 റൗണ്ടിലും ഹയസ്റ്റ് സ്കോർ ആയിരുന്നു. അതെ, അറിയാം. മാത്രമല്ല നിസരിയുടെ ഒരു നാട്ടുകാരനെ ഞാൻ ഇന്നലെ കണ്ടു, ആഹാ. പറഞ്ഞായിരുന്നു ജോബി. എന്നിട്ട് പറഞ്ഞു നിങ്ങളെ എല്ലാം ഒരു പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ അവിടുത്തെ കുട്ടി എവിടെ വന്നിട്ടുണ്ട്, പള്ളിയിലൊക്കെ പാടി, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പാടി. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, ഞങ്ങൾ വളരെ പ്രൗഡാണ് നസ്രീനെ പറ്റി. എന്തൊരു ഹാപ്പി ആയിരുന്നു ഞാൻ നസ്രിയുടെ പേര് കേട്ടപ്പോ. അപ്പൊ തുടങ്ങി ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക നസ്രിയോട് പറയണമെന്ന് വിചാരിച്ചു. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ടുഡേ. എന്ത് രസമായിട്ടാ പാടിയ കുട്ടിയെ, എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാറുണ്ടോ ജഡ്ജസ്? ഞാനേ ആ അനുപല്ലവി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്ലൂട്ടിസ്റ്റിനെ നോക്കുകയാണ്. അതെ, ഫ്ലൂട്ട് വായിക്കുന്നുണ്ടോന്ന് നോക്കിയപ്പോ ഫ്ലൂട്ട് വായിക്കുന്നില്ല, എന്നാ ഫ്ലൂട്ട് കേൾക്കുന്നു. Humming പാടുകയാണ്. അത്രയും ലയിച്ചിട്ട് താഴ്ത്തും മേലെയും അതെ. ആ എന്തൊരു ആൾട്ടോ ആൻഡ് സുപ്രാനോ, അതാ സ്വരങ്ങൾ അത്രയും പിച്ചില്, പെർഫെക്റ്റ് പിച്ചില്. നസ്രി ദൈവാനുഗ്രഹം ഉണ്ട് കുട്ടിയെ, സത്യം അതെ. ഭയങ്കര ദൈവാനുഗ്രഹമാണ്. എന്തോ ഉണ്ട് തൊണ്ടയില് ദൈവം. ഇതിനു മുമ്പുള്ള പെർഫോമൻസിൽ കഴിഞ്ഞപ്പോഴും അതെ, നമ്മൾ പറഞ്ഞിരുന്നു ഇതേ അതെ, judges പിന്നെ പറഞ്ഞ നമ്മളെ ഇതേ കാര്യം. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതെ, എനിക്കൊരു ആഗ്രഹം, അത് ഇത്രയും പാടി വന്നിട്ട് അതെ. അവസാനം ഒരു ഓക്കേ, ഓക്കേ. ഇംപ്രവൈസേഷൻ ചെയ്തു, അവിടെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായോ എന്നൊരു സംശയം ഉണ്ട്. അതൊന്ന് പാടാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. അത് പെട്ടെന്ന് അത്രയും പാടി വന്നപ്പോ പെട്ടെന്ന്, അതെ അതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്റ്റേജിൽ ഒറ്റടിക്ക് ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ എനിക്ക് നിസറിയെ കുറിച്ച് ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ വാചകമാണ് ബ്ലൂമന്തിങ് ഗബ്ലാജികം. അതാണ് അതെ ബിനി ചേച്ചി ഡിക്ഷണറിയിലെ ഏറ്റവും അതെ അതെ. ആ. സൂപ്പർ ഇല്ല എന്റെ ഡിക്ഷണറിയിൽ ആ വാക്കൊന്നുമില്ല. ഞാൻ ഇതിനെ കുറിച്ച് ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണല്ലോ ഇത് പാടുക. കാരണം ഈ യൂട്യൂബിലൊക്കെ പലത് ഓരോന്നിന്റെ രാഗങ്ങൾ തെറ്റായിട്ടായിരിക്കും കൊടുത്തിരിക്കണം. ഇപ്പൊ ഈ ഒരു പാട്ടിന്റെ രാഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. നിസരി അല്ല, എനിക്കറിയില്ല. ഞാൻ കണ്ടു. ഹംസനാദം അല്ല മോളെ ഇത്. അതുകൊണ്ടാണ്. അപ്പൊ ഹംസനാദത്തിന് ധൈവതം ചേർത്താല് സാരംഗ തരംഗിണി എന്നൊരു രാഗമുണ്ട്. ഈ സാരംഗ തരംഗിണിയാണ് ഈ പാട്ടുകളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത്. സരിമ പനി ഇതാണ് ഹംസനാദം. സരിമ ഇതാണ് സാരംഗ തരംഗിണി. ഇപ്പൊ ഇതിലെ മറ്റേ കാർവീരൊഴുകി അവിടെയൊക്കെ സ്പഷ്ടമായിട്ട് ഉണ്ട്. മനസ്സിലായോ? ദൈവത പ്രയോഗങ്ങൾ അവിടെ വരുന്നുണ്ട്. ശരിക്കും സാരംഗ തരംഗിണിയില് നമ്മുടെ ഇളയരാജ സാറിന്റെ തെன்றൽ വന്ന് എന്നെ തൊടും ആഹസത്തം അതൊക്കെ സാരംഗ തരംഗിണിയാണ്. മിന്നാരം മാനത്ത് മഴവില്ലൊഴിഞ്ഞല്ലോ, ഇതെല്ലാം സാരംഗ തരംഗിണി. ഈ രാഗം നോർത്തിൽ വളരെ ഫേമസ് ആയിട്ടാണ്. ഏതോ ഒരു പാട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആദ്യം ദക്ഷിണാമൂർത്തി സ്വാമി സാറാണ് ഈ സാരംഗ തരംഗിണി സൗത്ത് ഇന്ത്യയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാവുന്നത്. ഇനിയിപ്പോൾ തെലുങ്കിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താണേലും ആദ്യമായിട്ട് ഞാൻ കേട്ടത് പറയാം. ദക്ഷിണാമൂർത്തി സ്വാമി അദ്ദേഹത്തിന്റെ വാതിൽ പഴുതിൽ, അതാണ് സാരംഗ തരംഗിണിയിലുള്ള. കീർത്തനങ്ങളുണ്ട്. സമാനരഹിതേ അംബ സമാനരഹിതേ അംബ സജ്ജനമനോ ലാസിതേ സമാനരഹിതേ. ഇതാണ് കീർത്തനം, ആ കോമ്പോസിഷൻ. അപ്പം ഒരറിവ്. ഹംസനാദമല്ല, ഹംസനാദവും സാരംഗ തരംഗിണിയും ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പറയോ? പറയോ? ഒന്ന് പാടിക്കല്ലേ ശരി. ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ലാത്തോണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു തന്നെ. സരിമ പനിസ ഒരു ധൈവതം ചേർക്കണം. സാരി മാ പ ധാ
സാരി മ പ ധ നി സ സാനി ദ പ മ രി സ. സാനി ദ പ മ രി സ ഇത് സാരംഗ തരംഗിണി. സാനി പ മ രി സ. സാനി പ മ രി സ. ഹംസനാദം. മനസ്സിലായല്ലോ? ഇത് കുറെ ഇതിന്റെ ഒരു 5-6 വെർഷൻ ഉണ്ട് കേട്ടോ. ഹംസനാദവും ഒക്കെ സരിമ പദാനിസ ഇത് വേറൊരു വെർഷൻ ഓഫ് ഹംസനാദാണ്. പിന്നെ ഇങ്ങനെ ഒരു ഹംസനാദം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞു ഒരുപാട് ഞാൻ പോകുന്നില്ല. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പറയേണ്ടി വരും. ഇതിന്റെ ക്ലോസ് രാഗാസ് ഒക്കെ നല്ല രസാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. ഇതൊക്കെ ഈ നമുക്ക് ഇതിൽ കൂടെയല്ലേ ഓരോ അറിവ് നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുന്നുള്ള. അത് വളരെ നല്ലൊരു കാര്യം. ഞാൻ മറ്റൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. പാട്ട് പഠിക്കാണ്ടാണ് ഇങ്ങനെ പാടുന്നത്. അപ്പോ കുറച്ച് പഠിക്കാൻ പറ്റിയാലുണ്ടല്ലോ വിൽ റീച്ച് സംവർ. ഇപ്പൊ തന്നെ പറഞ്ഞ ആരോഹണം അവരോഹണം എന്ത് ശ്രുതിശുദ്ധമായിട്ടാണ് പാടിത്തന്ന തിരിച്ച്. പിന്നെ പഠിക്കണം കേട്ടോ നസ്രി എന്തെങ്കിലും. മുഫീദ മാമ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു പഠിക്കണം. ഞങ്ങൾ ആ വാതിൽപ്പഴുതിൽ ഞങ്ങൾ 4 പേരും കൂടെ 5 പേരും കൂടെ ഒന്ന് പാടും. ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഹായ്, നല്ല രസമുണ്ടായിരുന്നു. വെറുതെ കൈയടിച്ചാണ്. അല്ലല്ല, ഞങ്ങൾ അങ്ങനെ ലയിച്ച് നിന്ന് പോവായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നിസരിയുടെ മാർക്സിലേക്ക് നമ്മൾ കടക്കാണ്. ആദ്യം ഗ്രൂമേഴ്സ് എത്ര മാർക്സ് ആണ് നിസരിക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനോട് പറയണം. അതിനുശേഷം ജഡ്ജസിന്റെ മാർക്സ്. അതെ, ഞാൻ മാർക്ക് പറയാം. ഞാൻ പറഞ്ഞോളാം. അല്ലല്ല, ഞാൻ ഈ മാർക്ക് ഞാൻ പറയാം. അത് ശരിയാണ്. ഈ മാർക്ക് എനിക്ക് പറയാം. തണ്ടയ്ക്ക് മുണ്ടയ്ക്ക് അങ്ങനെ വെക്കണോ? അല്ലല്ല, ഞാൻ പറയാം. പറ്റൂല. നിസരി உங்களுக்கு கிடைச்சிருக்கிற മാർക്ക് ഒരുമിച്ച് പറഞ്ഞോ? ഒരുമിച്ച് രണ്ടാം ഘട്ടത്തിലെ ആദ്യ റൗണ്ടിൽ 99 കൺഗ്രാറ്റുലേഷൻസ്. നിസരി ചില്ലറ പോക്കല്ലല്ലോ പോകുന്നത്. ഇത് എങ്ങോട്ടാ? പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമായി കൊണ്ടിരിക്കുകയാണ് നിസരി. ഓരോ റൗണ്ട് കഴിയും തോറും ഇങ്ങനെ മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതെ, എനിക്ക് തോന്നുന്നു കണ്ണ് കിട്ടാതെ ഇരിക്കാൻ വേണ്ടി ഒരു മാർക്ക് കുറച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത റൗണ്ടിലും ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാം കേട്ടോ. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ഹേയ്, ഇവിടെ ഇനി പണിയെടുക്കണം മിസ്റ്റർ. അടുത്ത റൗണ്ട് ഇനി എന്താ? പവർ ബീറ്റ്സ് റൗണ്ട് ആണ് അടുത്തത്. പവർ ബീറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നു. അതും അറിയില്ലേ? പറഞ്ഞു തുടങ്ങിയില്ലേ? നിന്റെ കൂടെ ഞാനുണ്ട്. പെർഫോം ചെയ്യാൻ എത്തുന്നു. പോളോ ഗ്രീഷ്മ. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയും നാട് മുരുകന്റെ പുകൾ പാട് ഉള്ളിലാളും ദുഃഖം മൂട് വള്ളിനാഥൻ
പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ഒന്നാം സോപാനം ഇന്നെനിക്ക്, വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ഒന്നാം സോപാനം ഇന്നെനിക്ക്. രണ്ടാം മുഖം തൊഴുവാൻ മല കടന്നൊരു പടിമുകളിൽ തണുത്തുപോയൊരു വന്യദേവനും ഇരുട്ടുമൂടിയ ഭൂമി ദേവിയും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ രണ്ടാം സോപാനം ഇന്നെനിക്ക്, വള്ളിനാഥന്റെ പളനിക്കുന്നിലെ രണ്ടാം സോപാനം ഇന്നെനിക്ക്. മൂന്നാം മുഖം തൊഴുവാൻ പടികടന്നൊരു തിരുനടയിൽ തിളക്കമങ്ങിയൊരാഴിമങ്കയും പതക്കം പോയൊരു സൂര്യദേവൻ ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോപാനം ഇന്നെനിക്ക്, വള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോപാനം ഇന്നെനിക്ക്. നാലാം മുഖം തൊഴുവാൻ നടയിലെത്തിയ മിഴിവിരിയിൽ തണുത്തുപോയൊരു വന്യദേവനും ഇരുട്ടുമൂടിയ ഭൂമി ദേവിയും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ നാലാം സോപാനം ഇന്നെനിക്ക്, വള്ളിനാഥന്റെ പളനിക്കുന്നിലെ നാലാം സോപാനം ഇന്നെനിക്ക്. അഞ്ചാം മുഖം തൊഴുവാൻ വരമരുളിയ ശരവണനെയും തിളക്കമങ്ങിയ രാജ്യമങ്കയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ അഞ്ചാം സോപാനം ഇന്നെനിക്ക്, വള്ളിനാഥന്റെ പളനിക്കുന്നിലെ അഞ്ചാം സോപാനം ഇന്നെനിക്ക്. ആറാം മുഖം തൊഴുവാൻ അനുവദിച്ചൊരു ശിവസുതനെയും തണുത്തുപോയൊരു വന്യദേവനും ഇരുട്ടുമൂടിയ ഭൂമി ദേവിയും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ, സന്നിധി ഞാൻ ഇന്നു പോകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ആറാം സോപാനം ഇന്നെനിക്ക്, വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ആറാം സോപാനം ഇന്നെനിക്ക്. പൊളിച്ചു. ഞങ്ങള് കഥച്ചു വീടാ. എന്താ ചന്തം, നിങ്ങൾ മൂന്നുപേരും കൂടെ അവിടെ സ്റ്റേജിൽ ആഹാ കളിച്ച്. തിമിർത്തു. അത് ഡെയിന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ. ഡെയിൻ ആ താളത്തിനനുസരിച്ച് എന്ത് രസമായിട്ട് ചെയ്തു. അല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ മീനാക്ഷിന് പറഞ്ഞില്ല, അതെനിക്ക് ഷൈൻ ചെയ്ത് ഇഷ്ടമില്ല. അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പ് കൂടുതലിട്ടു. മാറങ്ങടുത്ത് എന്നെ തട്ടി തെറിപ്പിച്ചിട്ടൊക്കെ പോകും. Don't shine in front of day. അതാ ഇവിടെ പറയണതൊക്കെ ഭയങ്കര പുതുമകളാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഒരുക്കി ഒരുക്കി കണ്ടോ ഇവരുടെ കൂടെ എന്താണ് പറയാ ചേച്ചി, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കാൻ കല്ലിനുമുണ്ട് ആരോഗ്യം. അതാ ആ സാധനമാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഓ എനിക്ക് വയ്യാണ്ടായി. കണ്ടസ്റ്റൻസ് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അതെ, എല്ലാരും നമ്മുടെ സ്റ്റുഡിയോ മൊത്തം ഒന്ന് ഇളകി. ഡാൻസ് കളിക്കാൻ ക്യാമറ ചേട്ടന്മാർക്ക് ഫോക്കസ് കിട്ടിയാവോ? അല്ല എന്തേ അതാരാണ് ആയിരിക്കുന്നേ? അദ്ദേഹമാണ് ഹൈലൈറ്റ്. ഇത്രയും പേര് കറുപ്പിട്ടിരിക്കുമ്പോ നടുക്കൊരു ഒരു പച്ച പച്ച. ആഹാ, ആരാണത്? അതാരാ? അച്ഛനാണ് മാം, എന്റെ അച്ഛൻ. അച്ഛനാണോ? ആണോ? കലക്കി. ആഹാ. അച്ഛാ, അച്ഛൻ, ഒന്ന് സ്റ്റേജിലോട്ട് വാ. വരൂ. നാദസ്വര വിദ്വാനാണോ? അതെ അതെ, നാദസ്വര ആർട്ടിസ്റ്റാണ്. കലക്കി, ഓ, കലക്കി. ശരി, അത് കലക്കി. അപ്പൊ എന്തായാലും എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ കോറസിന് നല്ലൊരു അതെ, ഐഡിയ കൊടുക്കണം കേട്ടോ. ഗംഭീര കോറസ് ആയിരുന്നു. നമുക്കപ്പോ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ബിന്നി ചേച്ചി,
പാട്ടിന്റെ ഫുൾ ആറ്റിറ്റ്യൂഡ്. അത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഗ്രീഷ്മ ഭയങ്കര ബുദ്ധിമതിയാണ്. ഗ്രീഷ്മയുടെ ആ ഒരു ടോൺ, ആ ഒരു വോയിസിനും റേഞ്ചിനും എല്ലാം ചേർന്നതാണ് ഇതുവരെ ഞാൻ കണ്ടിരിക്കുന്നത്. സെലക്ഷൻ, സോങ് സെലക്ഷൻ ഒരു നല്ല ബുദ്ധിപരമായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അച്ഛന് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും നമ്മളെ ഫ്ലവേഴ്സിലത്തെ ജഡ്ജസ്മാരായ എല്ലാവർക്കും അവസരം സാറിനും പിന്നെ രഞ്ജിനി മാഡത്തിനും പറ്റില്ല, എന്റെ പേര് അല്ല, ആരും പറഞ്ഞേ പറ്റൂ. ഇവിടെ ഇരിക്കണല്ല ബിന്നി ചേച്ചിയുടെ പേര് പറയണമെന്ന്. ബിന്നി ചേച്ചിക്കും വിനി ചേച്ചിക്ക് വേണം. എല്ലാവർക്കും താങ്ക്സ്. ഈ വേദിയില് എന്റെ മകൾക്ക് കൊടുത്തതിന് വളരെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അല്ല, മകളുടെ കൂടെ നാദസ്വരം താങ്കൾ വായിക്കാൻ വന്നു, അത് ഭയങ്കര അതെ സന്തോഷം ഞങ്ങൾക്ക്. അതൊരു പുതുമയായിരുന്നു. ഒരു എല്ലാ റിയാലിറ്റി ഷോയിലും കാണാറില്ല ഇങ്ങനെ. സത്യം. ഇതൊരു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ മ്യൂസിക്കൽ വൈഫിലാണ് ഇപ്പൊ കണ്ടത്. എന്താ പറയാ, ജീവിതത്തിന്റെ ഒരു താളം തന്നെ ഒരു പാട്ടിൽ കണക്ട് ചെയ്തിട്ടാണ്. കാരണം നാദസ്വരം തകിലും അച്ഛൻ അതിന്റെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല, നിങ്ങൾ അച്ഛനും മകളും ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് എന്തെങ്കിലും പെർഫോമൻസുകളൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ടോ? പാടി ഇടാറുണ്ട്. ഞാൻ അച്ഛന്റെ നാദസ്വരം കേട്ടിട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്നത്, പാട്ട് ഞാൻ കേൾക്കുന്നത്. ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ എടുത്ത് വന്നിരുന്ന് കേട്ട് പഠിക്കാറാണ് പതിവ്. ഓ അത് ശരി. മകള് ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റോ? ചെറുതായിട്ട് ഒന്ന് ചെയ്യാം. ഓക്കെ. സാറേ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ടാണ് വായിക്കുന്നുണ്ടല്ലോ, തെറ്റുകളുണ്ടാവും. അതല്ല, ഈ നാദസ്വരത്തിന് എല്ലാ ഇൻസ്ട്രുമെന്റിനും നമ്മള് ശ്രുതി നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യലോ. ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നേരം ഇവിടെ തന്നിട്ടില്ല. അപ്പൊ ഇതൊരു ശ്രുതി ഇടുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ച് സെന്റ് ഒക്കെ താഴ്ത്താണ് നമ്മളുടെ ശ്രുതി ഇരിക്കുന്നത്. അതിന് കയറ്റണം. കയറ്റി കഴിഞ്ഞാൽ പക്ഷെ വായിച്ചത് ഉഗ്രനാണ്. ആ ശ്രുതിയുടെ അത് നമുക്കൊന്നും മാറ്റാൻ പറ്റൂല. പാട്ടുകാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നാദസ്വരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ റീഡ് അഡ്ജസ്റ്റ് ചെയ്യണം, അത് പറ്റാത്തതിന്റെയാണ്. അത് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ഞാൻ ഇവിടെ മനസ്സിലാക്കി. ഇപ്പൊ പാടിയപ്പോ ഗ്രീഷ്മ പാടിയില്ലേ, ഇത് വേറെ ആള് പാടുന്ന പോലെ ഉണ്ടല്ലോ. ശരിക്കും ഗ്രീഷ്മയുടെ ഒറിജിനൽ വോയിസ് ഇതാണ്. ഗ്രീഷ്മ എന്ത് അത് വിട്ടിട്ട് മാറി ഇങ്ങനത്തെ പാട്ടുകൾ എന്താ സെലക്ട് ചെയ്ത് പാടിക്കൊണ്ടിരിക്കണേ? പകലാറവേ വെയിൽ ചായവേ മഴ ചാറവേ മയിലാടവേ പരിമാൻമിഴി നിന്നുടെ പൂങ്കവിൽ നുള്ളിയതാരാണു പെണ്ണേ കണ്ണോട് അല്ല ഗ്രീഷ്മ, എനിക്കൊരു സംശയം. ഇപ്പൊ ഈ ഓരോ പാട്ടെടുക്കുമ്പോൾ ഈ പാട്ടിന് പറ്റിയ രീതിയിൽ സ്വരത്തിനെ ഒന്ന് മോഡുലേഷൻ ചെയ്തിട്ട് പാടുന്നതാണോ അതോ നാച്ചുറൽ ശബ്ദമാണെന്നാ ഞങ്ങൾ ധരിച്ചത്? ഇല്ല, ഇതാണ് നാച്ചുറൽ. അപ്പൊ മോഡുലേറ്റ് ചെയ്തതാണ് ഇതിനു വേണ്ടിയിട്ട്. മോഡുലേഷൻ അങ്ങനല്ലേ സാർ. ഞാൻ എന്താ പറയാ, പാട്ട് പഠിക്കുമ്പോ ചിലപ്പോ ആ ട്രെൻഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് അതന്നെ അതിനെ ആക്ച്വലി ഇങ്ങനെയാണ് നമ്മള് നമ്മുടെ സൗണ്ടിനെ ഒന്ന് മാറ്റുമല്ലോ, അഡ്ജസ്റ്റ്. അത് വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ മറ്റേ പാട്ട് പാടിയപ്പോഴാണ് മനസ്സിലായത് ഇനി അത്തരം പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. നല്ല ശബ്ദമാണ്. പിന്നെ ഏറ്റവും നല്ല ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ ശബ്ദം ഭയങ്കര ത്രോ ഉള്ള സൗണ്ടാണ്.
മൈക്ക് വേണ്ട, മൈക്കില്ലാത്തൊരു കാലഘട്ടത്തിലൊക്കെ പാടിയിരുന്ന പോലെ ഇപ്പൊ മൈക്കില്ലാണ്ട് ഇവിടെ നേരിട്ട് പാടിയാൽ ഇത് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അത്രയും ത്രോ ഉള്ള വോയിസാണ്. അപ്പോൾ യു ഹാവ് ഡൺ ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. ഇതിലിപ്പോൾ ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ ട്യൂൺ. വേറെ അതിൽ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. മ്യൂസിക്കലായിട്ട് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ അതിൽ ഡൈനമിക്സ്, എത്ര സംഗതികൾ, എത്ര രാഗങ്ങൾ മാറുന്നത്, നൊട്ടേഷൻ മാറുന്നത്, ഇത് അതൊന്നിൽ വളരെ സിമ്പിളാണ്. പക്ഷെ ഉള്ള പാട്ട്, ഈ പാട്ട് ഇങ്ങനെയാണ്. ദാറ്റ് യു ഹാവ് ഡൺ ദ ബെസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദർ ഈസ് പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. ഈ പാട്ട് കുഴപ്പമില്ല, ഈ പാട്ട് ഇങ്ങനെ തന്നെയാണ് പാടേണ്ടത് 100%. ഗ്രീഷ്മ, ഈ ഒരു പാട്ട് ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ പാടിയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും. റിമി പാടി തകർത്ത പാട്ടാണ്. റിമി സ്റ്റേജിൽ കയറുമ്പോ ഇത് സാധാരണ പാടിയേക്കാളും 2 ഇരട്ടി സ്പിരിറ്റിലാണ് പാടുക. പക്ഷെ അവളുടെ സ്പിരിറ്റിലാണ് നമ്മൾ പാടുന്നത്. അത് ഞങ്ങൾക്ക് നോർമൽസിയും അവൾക്ക് അത്ര നോർമൽ അല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു പാട്ടിന് വേണ്ടുന്ന എല്ലാ ഇതും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അത് ഫാസ്റ്റ് ആവുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടാവുക അത് പാടാനായിട്ട്. എൻ്റെ വരികളും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. സോ ഐ തിങ്ക് സർ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ പാട്ടാണെങ്കിലും വളരെയധികം നീതി പുലർത്തി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ചൂസ് ചെയ്ത പാട്ടുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഉണ്ട്. അത് ഇന്റലിജന്റ് ആയിട്ട് ഇനിയും അതേപോലത്തെ സോങ് സെലക്ഷൻ ചെയ്താൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതിന്റെ കൂട്ടത്തില് ഇന്റലിജൻസും കൂടെ വേണം. പിന്നെ സർ താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നത് പാടിയത്. ഓണവെയിൽ ഓളങ്ങളിൽ എന്റെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആൻഡ് നാദസ്വരം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് ചെറുതിലെ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ എന്റെ പാട്ട് ടീച്ചറിന്റെ തൊട്ട് സൈഡിൽ നാദസ്വരം പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന് അവരുടെ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നിട്ട് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട്, വായിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, അതിവിടെ വന്ന് മോളുടെ കൂടെ പാടുമ്പോൾ എനിക്ക് ഒരു മഴവിൽ കാവടിയിൽ നമ്മുടെ ഉർവശേച്ചി ഡ്രസ് ഇട്ടിട്ട് നിന്നിട്ട് ആ ഒരു സിനിമയിൽ മുഴുവൻ അങ്ങനത്തെ ഒരു കൾച്ചർ അല്ലേ കാണുന്നത്. ആ പാവാടയും ഇതൊക്കെ അതുപോലെ ഉണ്ട് അച്ഛനും മോളും കൂടെ നിൽക്കുന്നത്. കറക്റ്റ് ഒരു മഴവിൽ കാവടി സിനിമയുടെ ഒരു പിക്ചറൈസേഷൻ പോലെ ഉണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഗ്രീഷ്മ സെലക്ട് ചെയ്യുമ്പോൾ ഇനി ഗ്രീഷ്മയുടെ ഇപ്പൊ അച്ഛന്റെ കൂടെ ഇപ്പൊ പാടിയ പാട്ട് കേട്ടപ്പോ ഇനി അങ്ങനത്തെ പാട്ടുകളും കൂടെ സെലക്ട് ചെയ്യുക. അതാണ് ഗ്രീഷ്മയുടെ റിയൽ വോയിസ്. അതിൽ നമ്മൾ ഒരുപാട് പാട്ട് പാടുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ടോൺ വീണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടെ ചെയ്യണം കേട്ടോ. എനിക്കൊന്നും ഗ്രീഷ്മ കുറെ പാട്ടുകൾ ഇങ്ങനെയല്ലേ ഇതിനു മുമ്പുള്ളത് എടുത്തിരുന്നേ. അപ്പൊ അതല്ലാതെ ഇപ്പൊ ഞാൻ കേട്ടപ്പോ അന്തം വിട്ടുപോയി. അപ്പൊ ഇതാണ് ഒറിജിനൽ വോയിസ്. അതില് നിറയെ പാടണം കേട്ടോ. നല്ല വോയിസ് ആണ്. ഇഷ്ടായി കേട്ടോ. ആളിങ്ങനെയൊന്നും വരണ്ട ഒരു വേദി അല്ല. എല്ലാവരോടും പറയാ, മരുമകനാണ് ഇതിന് സപ്പോർട്ട് ചെയ്ത് വളരെ ഇതൊക്കെ മരുമകൻ എന്ന് പറയുമ്പോ എന്റെ മകനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആളാണ് ഇതിലേക്കൊക്കെ എത്തിച്ചത്. പാടി വരട്ടെ. നല്ല പരിപാടിയും അങ്ങനെ ഓരോ ഓഡീഷനൊക്കെ വരുമ്പോ അച്ഛന് ആഗ്രഹം ഉണ്ടാവും കൊണ്ടുപോകണമെന്ന്. പക്ഷെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നാദസ്വര പരിപാടിക്ക് പോകുന്ന കാരണം കൊണ്ടുപോകാനൊന്നും പറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, ശരിക്കും സന്തോഷം അച്ഛന്റെ മുഖത്താണ് കാണുന്നത്. ഗ്രീഷ്മയോട് ഓരോ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനാണ് ഇവിടെ വന്നിട്ട് താങ്ക് യു പറയുന്നത്. സോ ക്യൂട്ട് അത് കാണാൻ തന്നെ. അതാണ് അച്ഛനും മോളും. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് മാർക്സ് അറിഞ്ഞാലോ അച്ഛാ? അറിയാല്ലേ? മാർക്സിലേക്ക് കിടക്കാം. എത്ര മാർക്സ് ആണ് 10-ൽ ഗ്രീഷ്മയ്ക്ക് നമ്മുടെ ഗ്രൂമേഴ്സ് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിക്കൂ. അതിനുശേഷം ജഡ്ജസിന്റെ മാർക്സ് നമുക്കറിയാം അല്ലേ? ഗ്രീഷ്മക്കുട്ടി, ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് വരട്ടെ ഞാൻ പറയാം. ഇതാണ്. അല്ല, ഞാൻ അത്ര പിത്തള തളാച്ചി മറിയം വന്ന് വിളക്കൂതി. ശരി, സാറിന് ഇട്ട് കൊടുക്കാം. ഗ്രീഷ്മയ്ക്ക് ഔട്ട് ഓഫ് 100 94. നല്ല സ്കോറാണ്. അച്ഛാ സന്തോഷായോ? സന്തോഷായി വളരെ സന്തോഷായി. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഫ്ലവേഴ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും
നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓർക്കസ്ട്രയ്ക്ക് എല്ലാവർക്കും. ഓർക്കസ്ട്രയൊക്കെ അടിപൊളിയായിട്ട് ഉള്ള ആൾക്കാരാണ്. ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്. അയ്യോടാ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇനിയും മുന്നോട്ട് ഇതിലേക്ക് എനിക്ക് കയറാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ ആ ഭാഗ്യം. എന്റെ മകളുടെ കൂടെ ഇനിയും പാടാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ദാ ഈ ഘട്ടത്തിൽ ഗ്രീഷ്മ 94 മാർക്സ് ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും റൗണ്ടും കൂടി ഉണ്ട് ഈ ഘട്ടത്തിൽ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇനിയും ഘട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അച്ഛൻ ഇനിയും ഈ വേദിയിൽ മകളുടെ കൂടെ പാടാനുള്ള അവസരം ഉടൻ തന്നെ ഉണ്ടാകും. ആയിക്കോട്ടെ, തീർച്ചയായും. അപ്പൊ ഗ്രീഷ്മ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. 94 മാർക്ക് ലഭിച്ചു. ഇനിയും റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെ തന്നെ അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അച്ഛാ. മീനാക്ഷി, എന്തായാലും വാശിയേറി പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതെ. അപ്പോ നമ്മുടെ കുറച്ച് പെർഫോമൻസുകൾ കഴിയുമ്പോൾ നമ്മൾ ഹയസ്റ്റ് സ്കോർ വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറില്ലേ? അതെ, നമ്മുടെ ടോപ്പ് പെർഫോമറിന്. അതെ, അപ്പൊ ആ സമ്മാനദാന ചടങ്ങിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതെ. ഓക്കെ, ആരാണ് ഇതുവരെ ഉള്ളതില് ഒരു ടോപ്പ് പെർഫോമറിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആരായിരിക്കും? ഡെയിന് ഗസ് ഉണ്ടോ ആരായിരിക്കും എന്നുള്ളത്? വളരെ ഈസി ഗസ് ആണ്, എന്നാലും പറഞ്ഞു. വേണ്ടടാ, തെറ്റാ മൊത്തം ഫുള്ള് പാടുന്നത്. ലെറ്റ്സ് വെൽക്കം നിസരി. ചുണ്ടത്ത് മല്ലിക്കൊഴുണ്ട് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ അൺബിലീവബിൾ. നമ്മുടെ സ്പെഷ്യൽ പാർട്ണറായ ലവേഴ്സ് നൽകുന്ന സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി ആയല്ലോ? ഓക്കെ, അപ്പോ ഇനിയും ഇത്തരത്തിൽ നല്ല മാർക്ക് മേടിച്ചാൽ ഇനിയും ഇതേപോലുള്ള സമ്മാനങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ടോപ്പ് പെർഫോമർ കേട്ടോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീനാക്ഷി, എന്തോ? ഇപ്പോ പുതിയ വന്ന 2 റൗണ്ടുകളെ പറ്റി എന്താ അഭിപ്രായം? നല്ല റൗണ്ടാണ്. ഒന്ന്, നമുക്ക് ഒരുപാട് പ്രണയിക്കാൻ അല്ലെങ്കിൽ മനസ്സിൽ പ്രണയം കൊണ്ടുവരുന്ന ഒരു റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് എനർജറ്റിക് ആവാൻ പറ്റുന്ന റൗണ്ട്. നമ്മളാണ് ഡാൻസ് കളിക്കുമ്പോ ജഡ്ജസ് ഒക്കെ കൊള്ളാന്ന് പറയുന്നുണ്ട്. ഇഷ്ടായി. നമ്മള് മെയിൻ ആവുന്നുണ്ട് ഇവിടെ അല്ലേ? തൽക്കാലം ഇന്നത്തേക്ക് മെയിൻ ആവില്ല, നിർത്തിയാലോ? നിർത്താം അല്ലേ? പക്ഷെ ഞാൻ ബ്രാൻഡിങ് പറഞ്ഞ് തീരുന്ന വരെ ഇവിടെ നനങ്ങരുത്. എന്നാ കൈ പിടിച്ചു നോക്കി. വേണ്ട വേണ്ട വേണ്ട. ഇത് ഫിറ ഫുഡ്സ് പ്രസൻസ് റീഗൽ ജ്വല്ലേഴ്സ് മ്യൂസിക്കൽ വൈഫ് സ്പെഷ്യൽ പാർട്ണർ ലോവേഴ്സ് ഇന്നർവെയർ കോ പവർഡ് ബൈ മിൽമ ഐസ്ക്രീംസ്. കൈയടിക്കും. കൈയടിച്ചോളാം. ലെറ്റ്സ് ഓഫ്.